ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഒരു നീണ്ട വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കേശുവിൻ്റെ അംഗനവാടിയിലോട്ടാണ് പോകുന്നത്. ഇന്ന് കേശുവിൻ്റെ അംഗനവാടിയിലെ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ഇന്ന് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ വൈറ്റും രക്ഷകർത്താവ് റെഡും ഇടണമെന്നായിരുന്നു. അപ്പോൾ ഞാനും കേശുട്ടനും സുന്ദരനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ അംഗനവാടിയിലോട്ട് പോവുകയാണ്. വീഡിയോ എടുക്കുന്നത് നമ്മുടെ കൊച്ചുമാണ്. അപ്പം നമുക്ക് അംഗനവാടിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ കേസ് ഞങ്ങൾ അംഗനവാടി എത്തിയിട്ടുണ്ട്. കേശു അംഗനവാടിയിൽ ആദ്യമായിട്ട് കാണുന്ന കണക്കാണ് നോക്കിയൊക്കെ നിൽക്കുന്നത്. അത് പ്രത്യേകിച്ച് കാരണമുണ്ട് കേസ്. ഇന്ന് ഒരുപാട് പേര് അംഗനവാടിയിലുണ്ടായിരുന്നു. കേശുവിനെ അറിയാത്തതും അറിയാവുന്നതുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ എന്തുവാണെന്നുള്ളതൊന്നും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ കേശു ആകെ പേടിച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് മാറാതെ എന്നെ തന്നെ പിടിച്ച് നടക്കുവാണ്. എൻ്റെ ഡ്രസ്സിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഒരു ടൈം വരെ കേശു എന്നെ ചുറ്റും തന്നെയാണ് നിന്നിട്ടുള്ളത്. കേശു മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഗൈസ്, ഇതൊക്കെ നമ്മുടെ അംഗനവാടി ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ഇങ്ങനെ നടത്തിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ അംഗനവാടി പൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർ സൂപ്പറാണ്. ടീച്ചർ മാത്രമല്ല, ടീച്ചറിൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ഹെൽപ്പർ, പിന്നെ നമ്മുടെ എടുത്തു പറയാനുള്ള നമ്മളെ രക്ഷകർത്താക്കളെല്ലാം പൊളിയാണ്. പിന്നെ ടീച്ചർ എന്തൊരു കാര്യം വന്നാലും ഈ രക്ഷകർത്താവിൻ്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഒത്തൊരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടീച്ചറാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ കുട്ടികളെ അതേപോലെയാണ് നോക്കുന്നത്. പിന്നെ അങ്ങനെ എന്തുവാണ് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അംഗനവാടി സൂപ്പറാണ്. അതുപോലെ കേശുട്ടനെ കണ്ട, കേശുട്ടൻ കഴിഞ്ഞ് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്, മൂക്കൊലിപ്പിച്ചിട്ട് ഇപ്പോൾ സത്യമാണ് നീതിയാണ് ദൈവമെന്നും തോന്നണമേ. സത്യമാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നോ മടിയാതെ തോന്നണമേ. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് പ്രവേശനോത്സവം കൂടെ വച്ചിരുന്നത്. ഇപ്പോൾ പ്രവേശനോത്സവം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മഴക്കാലം അതായതുകൊണ്ട് നമ്മുടെ ഇവിടെയൊന്നും കുഴപ്പമില്ലെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് മാറ്റി വെച്ചേക്കണമെങ്കിലും നമ്മുടെ ഇവിടുന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ അടുത്ത പുതിയ സ്കൂളിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു മെയ് 30 വ്യാഴാഴ്ച പ്രവേശനോത്സവം മാത്രമാണ് പറഞ്ഞിരുന്നത്. എങ്കിലും എല്ലാ വർഷവും ഞാൻ നടത്തി വരാറുള്ള സെൻഡ് ഓഫ് ചെറിയ രീതിയിലാണെങ്കിലും എല്ലാം ഭംഗിയായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെൻ്റെ കമ്മിറ്റി അംഗങ്ങൾ തന്നെ മുൻപായി നിന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പം എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, നമ്മുടെ കുഞ്ഞുങ്ങളും എത്തിയിട്ടില്ല, രക്ഷകർത്താക്കളും എത്തിയിട്ടില്ല. എത്ര പേരൊന്നുമല്ല ഒരു സെൻഡ് ഓഫിനും പ്രവേശനോത്സവത്തിനും ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ വർഷം ഏറ്റവും കുറച്ച് മാത്രമേ അംഗങ്ങളിവിടെ പങ്കെടുത്തിട്ടുള്ളൂ. അതായതുകൊണ്ടായിരിക്കും. പിന്നെ കുറച്ച് പേരൊക്കെ മുന്നേ പോയവരുണ്ട്, ജോലി സ്ഥലത്ത് പോയവരുണ്ട്. എന്താവാനാണോ ആഗ്രഹം, അവരുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ അമ്മമാര് രക്ഷകർത്താക്കളും അവർക്കൊപ്പം വേണം. ടീച്ചർ പറഞ്ഞെങ്കിൽ എൻ്റെ 2 മക്കൾ ഇവിടെയാണ് പഠിച്ചത്. ഇതുവരെയായിട്ട് എനിക്ക് ട്യൂഷൻ പോലും ഇവിടെയും വന്നിട്ടില്ല. ടീച്ചർ എല്ലാം പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഇവരും അങ്ങനെ ആയിരിക്കും ട്യൂഷനായിട്ട് കൊടുക്കേണ്ടി വരും. എല്ലാ കുട്ടികൾക്കും എൻ്റെ ഫോട്ടോ എടുക്കായിരുന്നു. അങ്ങനെ നമ്മളെ ലത ടീച്ചറിന്
ഈ വർഷം സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളെല്ലാം ടീച്ചറിന് ഓരോ സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ടീച്ചറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നു. കുറച്ച് ടീച്ചറും തിരിച്ച് കുട്ടികൾക്ക് ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇത്. ടീച്ചർ നമ്മളെ സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ടീച്ചർ അവിടെ പഠിക്കുന്ന കൊച്ചുങ്ങൾക്കും ക്രയോണും മിഠായിയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ലത ടീച്ചർ. ടീച്ചറിന് കുട്ടികളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മുടെ ഓരോ മക്കൾക്കും ഓരോ സമ്മാനങ്ങളെല്ലാം കൊടുത്ത് ടീച്ചർ കേട്ടിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലമില്ല കേട്ടോ. തേങ്ങ വെച്ച് മരിച്ച് പിന്നെ നമ്മുടെ അങ്കനവാടിയിൽ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ബിസ്ക്കറ്റ്, മിഠായി, ലഡു, ജിലേബി, അങ്ങനെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ടാറ്റ ബൈയൊക്കെ പറഞ്ഞിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാ മക്കളും തിരിച്ചമ്മമാരെ കൂടെ പോകാനായിട്ട്. അപ്പോൾ ഞാനെന്തായാലും കേശുട്ടനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.